ഒരിക്കൽ ജനറൽ കരിയപ്പ ഗുരുജിയോട് ചോദിച്ചു, നിങ്ങൾ ഈ യുദ്ധസഹായത്തിൻ്റെ സന്ദർഭമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്ത് പരിശീലനമാണ് കൊടുക്കുന്നത് RSSൻ്റെ ശാഖയിൽ? ഈ പട്ടാളക്കാരെ ഇങ്ങനെ സഹായിക്കണം, അതിന് ചില പരിശീലനമൊക്കെ വേണമല്ലോ, യുദ്ധമുഖത്ത് പ്രവർത്തിക്കാനൊരു പരിശീലനം വേണമല്ലോ, അതെങ്ങനെ സാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗുരുജി ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, അത് കബഡി കളിക്കുന്നുണ്ട്. എവിടെയാണോ ഒരു ആവശ്യം, ഒരു ദുരിതം, ഒരു ദുരന്തം, ഒരു പ്രശ്നം ഉണ്ടാവുന്നത്, അവിടേക്ക് നിമിഷാർത്ഥം കൊണ്ട് ഓടിയെത്തുക. സർക്കാരും പരീക്ഷകന്മാരും ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മശതാബ്ദി ആയിരുന്നു. അത് പറയണം എന്ന് വിചാരിച്ചായിരുന്നു ചോദ്യം, പക്ഷേ ചോദ്യം ശരിയായിരുന്നു, ഉത്തരം അവർ പ്രതീക്ഷിക്കാത്തതാണ് കിട്ടിയത്. അപ്പോൾ ഡോക്ടർ ജിയുടെ ജന്മശതാബ്ദി ആഘോഷം അഥവാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അത് ഇത്തരം ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുക. സഹായം എന്ന് പറഞ്ഞാൽ തൽക്കാല സഹായമല്ല, അവരെ ഉയർത്തിക്കൊണ്ടുവരിക, മുഖ്യധാരയിലേക്ക് ഉയർത്തി വളർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനം. നിങ്ങൾ അനാഥർക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഭക്ഷണമൊന്നും ഇവിടെ ആവശ്യമില്ല, ഇത് ഞങ്ങളുടെ മക്കളാണ്, ഞങ്ങളാണ് അവരെ സംരക്ഷിക്കുന്നത്. ഇപ്പോൾ LLB പാസ്സായ മക്കളുണ്ട് നമ്മുടെ ബാലികാ സദനങ്ങളിൽ. ചെയ്യുന്നവർക്ക് തോന്നുമല്ലോ, നമ്മൾ വലിയ സഹായമാണ് ചെയ്യുന്നത്, സേവനമാണ് ചെയ്യുന്നത്, ഞാൻ നാടിന് വേണ്ടി കഷ്ടപ്പെടുക. ആ തോന്നലുണ്ടാകാതിരിക്കാനാണ് ശാഖയിൽ പറഞ്ഞ് ശീലിപ്പിച്ച് കൊണ്ടുവരുന്നത് ഈശ്വര പൂജയാണ്, ഇത് സഹായമല്ല. ഇപ്പം എൻ്റെ അമ്മ ചീഞ്ഞ ശരീരമാണ്, ഞാൻ എടുക്കാതിരിക്കുമോ? എൻ്റെ കുട്ടി അത് ചതഞ്ഞരഞ്ഞ് കഷ്ണങ്ങളായി പോയ ശരീരം എനിക്കെടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അത് എൻ്റെ തന്നെയാണല്ലോ. ഈ വികാരമാണ് സ്വയം സേവകരെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും. ശ്രീ കാബ സുരേന്ദ്രൻ, ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം സേവനം അതിൻ്റെ ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് തുടക്കം മുതലേ അങ്ങനെ തന്നെയാണ്. അതിനുശേഷം സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, വിഭജനത്തിൻ്റെ കാലത്തിലായിക്കോട്ടെ, അങ്ങനെ പല ദുരന്തങ്ങളുടെ കാലത്തായിക്കോട്ടെ, അവിടെയെല്ലാം RSSൻ്റെ ഒരു സേവന പ്രവർത്തനം അതൊരു നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഇപ്പോഴത് സേവാഭാരതിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ ഈ അടുത്ത സമയത്ത് കേരളത്തിൽ ഭൂദാന പ്രസ്ഥാനം തുടക്കം കുറിക്കുകയൊക്കെ ചെയ്തു. ഈ സേവാഭാരതിയും ഒരു സേവനത്തിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് തുടങ്ങുന്നത്, എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം? അതിന് ഞാനൊരു കൊട്ടേഷൻ പറയാം. ഇന്ത്യൻ പാർലമെൻറ്റിൽ AK ഗോപാലൻ, CPMൻ്റെ നേതാവ്, ഒരു പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞ ഒരു വാക്യം, ആ പ്രസംഗത്തിൽ പറഞ്ഞതാണ്, 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് ഡൽഹിയുടെ കാവൽ ചുമതലകൾ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി RSSന് ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. ഇത് RSSനെ കുറിച്ച് AK ഗോപാലൻ എന്ന മാർക്സിസ്റ്റ് നേതാവ് പാർലമെൻറ്റിൽ പറഞ്ഞതാണ്. അപ്പോൾ രേഖയാണോ? അങ്ങനെ വെച്ചാൽ ഏത് സന്ദർഭത്തിലാണോ രാജ്യം ഒരു ദുരന്തത്തിന് ഇരയാവുന്നത്, അത് യുദ്ധമാകാം, ദുരന്തങ്ങളാവാം, പ്രളയം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളാവാം, മറ്റേതെങ്കിലും സന്ദർഭങ്ങളാവാം, അപ്പോൾ അടിയന്തിരമായി സമൂഹത്തിന്, രാജ്യത്തിന് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന വേളകളിൽ ഒക്കെ അത് സന്ദർഭം എന്താണ്, അതിനുള്ള പരിശീലനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊന്നും വിഷയമല്ല. ആ സന്ദർഭത്തിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക അനുമതികളോടുകൂടി വേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ RSS അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഈ സേവാ പ്രവർത്തനം അതൊരു രാഷ്ട്രസേവനം എന്നുള്ള നിലയ്ക്കും എന്ന് മാത്രമല്ല, സംഘത്തെ സംബന്ധിച്ച് സേവാ പ്രവർത്തനത്തിൻ്റെ ഒരു ആദർശം ഒരു സഹായം ചെയ്യുന്നു എന്നുള്ള നിലയ്ക്കല്ല, ഈശ്വര പൂജ ചെയ്യുന്നു എന്നുള്ളതാണ്. വിവേകാനന്ദ സ്വാമികളുടെ മറ്റു ആഹ്വാനം അങ്ങനെയായിരുന്നല്ലോ. മോക്ഷം എന്ന് ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ധിതായജ എന്നൊരു മുദ്രാവാക്യമാണ് രാമകൃഷ്ണ മിഷൻ്റേത് ആയിട്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു വെച്ചത്. എന്ന് വെച്ചാൽ മോക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ, സമൂഹത്തിൻ്റെ ഹിതം ചെയ്തുകൊണ്ട്, അവർക്ക് നന്മ ചെയ്തുകൊണ്ട് മോക്ഷം ആർജിക്കുക. ഇവിടെ മോക്ഷം പോലും ലക്ഷ്യമല്ല, അതിനപ്പുറം ഈശ്വര പൂജ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്കാണ് സംഘം ഈ സേവാപ്രവർത്തനം നടത്തുന്നത്. അത് തുടക്കം മുതലേ ഉണ്ട്. സംഘം തുടങ്ങി അത് രണ്ട് കാലിൽ നിൽക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ ഉണ്ട്. അതിലാണ് മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വിഭജന കാലത്തെ ദുരിതങ്ങളും ഈ ലക്ഷക്കണക്കിന് വരുന്ന അഭയാർത്ഥികൾ, അവരെ നോക്കാൻ ആളില്ലാതിരുന്ന കാലത്ത് ഒക്കെ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയ മറുവശം വേറെയുണ്ട്, അതിപ്പോൾ ഞാനിവിടെ പറയുന്നില്ല. ആ സമയത്ത് ഈ അനാഥരായി വന്ന ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികൾക്ക് അവർക്ക് വീടില്ല, ആഹാരമില്ല, വസ്ത്രമില്ല, ചികിത്സിക്കാൻ സംവിധാനമില്ല, ഒന്നുമില്ല, വെറും കൈയോടെ ഓടിക്കപ്പെട്ടു വന്നവരും പരിക്കേറ്റു വന്നവരും, അവരെയൊക്കെ പരിചരിക്കാൻ കൈമെയ് മറന്ന് പ്രവർത്തിക്കുകയായിരുന്നു അന്ന് RSS ചെയ്തത്.
അത് കഴിഞ്ഞ് പിന്നീട് ഏതൊക്കെ സന്ദർഭങ്ങളിൽ ആവശ്യം വന്നിട്ടുണ്ടോ, ഇപ്പോൾ 71 ഒറീസയിൽ ചുഴലിക്കാറ്റുണ്ട്, അത് 1971 ഒറീസയിലെ ചുഴലിക്കാറ്റ് ഒരു ദേശീയ ദുരന്തം എന്ന പ്രയോഗം തെറ്റാണെങ്കിലും ദേശീയ തലത്തിൽ വലിയ ദുരന്തം എന്ന് കണക്കാക്കാവുന്ന അത്തരം ചില ദുരന്തങ്ങൾ പറഞ്ഞാൽ ഒന്ന് 1971 ഈ ഒറീസയിലെ ചുഴലിക്കൊടുങ്കാറ്റ്, 77 ആന്ധ്ര ചുഴലിക്കൊടുങ്കാറ്റ്, 84 ഭോപ്പാൽ ദുരന്തം, 1988 നമ്മുടെ കേരളത്തിൽ നടന്ന പെരുമൺ തീവണ്ടി ദുരന്തം, 2001 ഗുജറാത്ത് ഭൂകമ്പം, 2004 സുനാമി, നമ്മുടെ പടിഞ്ഞാറൻ തീരം മുഴുവൻ തകർത്ത് കളഞ്ഞ സുനാമി, 2006 ഗുജറാത്ത് വെള്ളപ്പൊക്കം, 2013 കർണാടക, ആന്ധ്ര, ഉത്തരാഖണ്ഡ് ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ വെള്ളപ്പൊക്കങ്ങളും ദുരന്തങ്ങളും ഉണ്ടായി. 2018 കേരളത്തിൽ നടന്ന ഈ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണെങ്കിലും ആ വെള്ളപ്പൊക്കവും അതിൻ്റെ പേരിലുണ്ടായ ദുരന്തങ്ങളും, 20 കൊറോണ, ഇങ്ങനെ എത്ര വലിയ ദുരന്തങ്ങൾ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടായാലും അവിടെയൊക്കെ വച്ച് അവിടേക്കൊക്കെ ആരുടെയും അനുമതിക്ക് കാത്തു നിൽക്കേണ്ടതില്ല. ഇനിയിപ്പോൾ നാഗപ്പൂർ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ അതിൻ്റെ എറണാകുളം കേന്ദ്രത്തിൽ നിന്നൊരു നിർദ്ദേശം, അങ്ങനെ ഇല്ല. അങ്ങനെ വേണ്ട എന്നാണ് സംഘം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എപ്പോഴാണോ ഒരാവശ്യം വരുന്നത്, ഒരു സഹായം വേണ്ടി വരുന്നത്, ആ സമയത്ത് ഓടിയെത്തുക എന്നുള്ളത് സ്വയം സേവകൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ ദുരിതം അനുഭവിക്കുന്നവരാരാണെന്നുള്ളത് മാനദണ്ഡമല്ല. അവരേത് വിഭാഗക്കാരാണ്, അല്ലെ ഏത് ജാതിയാണ്, മതമാണ്, രാഷ്ട്രീയമാണ്, ഇതൊന്നും പരിഗണനാ വിഷയമല്ല. അവിടെ രണ്ടേ ഉള്ളൂ: ഒന്ന് അടിയന്തര സഹായം വേണ്ടവർ, ഒന്ന് സഹായം എത്തിക്കാൻ കഴിയുന്നവർ. അപ്പോൾ ഈ വേണ്ടവർ ആരാണെന്നുള്ളതല്ല, അവരാണ് അർഹതപ്പെട്ടവർ. അപ്പോൾ അവർക്ക് വേണ്ട സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് എല്ലാ കാലത്തും സംഘപ്രവർത്തനത്തിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. ശാഖ നടത്തുന്നത് പോലെ തന്നെയാണ്. RSSൻ്റെ ശാഖ ദൈനംദിനം നടത്തണം എന്നാണല്ലോ പറച്ചിൽ, അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പിൻ്റെ രീതി, സംഘടനാ രീതി എന്ന് പറയുന്നത് ദിവസവും ഒന്നിച്ചു കൂടുക എന്നുള്ളതാണ്. എന്നതുപോലെയാണ് എവിടെയാണോ ഒരു ആവശ്യം, ഒരു ദുരിതം, ഒരു ദുരന്തം, ഒരു പ്രശ്നം ഉണ്ടാവുന്നത്, അവിടേക്ക് നിമിഷാർത്ഥം കൊണ്ട് ഓടിയെത്തുക. അതിന് ചില ഉദ്യോഗസ്ഥന്മാരും പ്രമാണിമാരും ഒക്കെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ. അത് ഞാൻ വഴിയേ പറയാം. ഇതിനൊരു സംഘടിത രൂപം ഉണ്ടാവുന്നത്, അതാണിപ്പോൾ ഈ നമ്മൾ കേൾക്കുന്ന സേവാഭാരതി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രൂപം ഉണ്ടാവുന്നത് RSS സ്ഥാപകൻ്റെ ഡോക്ടർ ഹെഡ്ഗെവാർ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷം 1989. രസകരമായ, ഞാൻ സാന്ദർഭികമായി ഈ വിഷയമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം കൂടെ പറയാം. ആ സമയത്ത് മറ്റൊരാളിൻ്റെയും കൂടെ ജന്മശതാബ്ദി വർഷമായിരുന്നു. പല സംസ്ഥാനങ്ങളിലും പല വിദ്യാലയങ്ങളിലും പരീക്ഷയ്ക്കൊരു ചോദ്യമുണ്ടായിരുന്നു. ഈ വർഷം ജന്മശതാബ്ദി ആഘോഷിക്കുന്ന മഹാൻ്റെ പേര്. അപ്പം മിക്കവാറും കുട്ടികൾ എഴുതിയത് RSS ആരാ തുടങ്ങിയെന്ന് അതുവരെ അറിയില്ലെങ്കിലും ഈ ജന്മശതാബ്ദി ആഘോഷം രാജ്യം മുഴുവൻ, ആഘോഷമല്ല പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തി. അപ്പോൾ ഡോക്ടർ ഹെഡ്ഗെവാർ ജന്മശതാബ്ദി, ഇത് ഭാരതത്തിൻ്റെ വനാന്തരങ്ങളിൽ പോലും പ്രത്യക്ഷപ്പെട്ട ഒരു വാക്യമാണ്. കുട്ടികൾ അതുകൊണ്ട് എഴുതി ഡോക്ടർ ഹെഡ്ഗെവാറിൻ്റെ ജന്മശതാബ്ദിയാണെന്ന്. സത്യത്തിൽ ചോദ്യകർത്താക്കൾ, സർക്കാരും പരീക്ഷകന്മാരും ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മശതാബ്ദി ആയിരുന്നു. അത് പറയണം എന്ന് വിചാരിച്ചായിരുന്നു ചോദ്യം. പക്ഷേ ചോദ്യം ശരിയായിരുന്നു, ഉത്തരം അവർ പ്രതീക്ഷിക്കാത്തതാണ് കിട്ടിയത്. ഈ ജന്മശതാബ്ദി വേളയിൽ ഡൽഹിയിൽ അംബേദ്കർ സ്റ്റേഡിയത്തിൽ നടന്ന ഒരു സംഘത്തിൻ്റെ പരിപാടിയിൽ, ഈ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടന്ന വലിയ ഒരു സമ്മേളനത്തിൽ അന്നത്തെ പൂജനീയ സർസംഘചാലക് ദേവറസ്ജി അദ്ദേഹം ആ പരിപാടിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക അദ്ദേഹമാണ് പറഞ്ഞത്, നമ്മൾ നാടിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള പിന്തള്ളപ്പെട്ട ആൾക്കാരുണ്ട്. സാമുദായികമായി, സാമൂഹികമായി, അല്ലെ സാമ്പത്തികമായി ഒക്കെ പിന്തള്ളപ്പെട്ടവരും ദരിദ്രരാക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾ കോടാനുകോടി ഭാരതത്തിലുണ്ട്. അപ്പോൾ ഡോക്ടർ ജിയുടെ ജന്മശതാബ്ദി ആഘോഷം അഥവാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അത് ഇത്തരം ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുക. സഹായം എന്ന് പറഞ്ഞാൽ തൽക്കാല സഹായമല്ല, അവരെ ഉയർത്തിക്കൊണ്ടുവരിക, മുഖ്യധാരയിലേക്ക് വളർത്തിക്കൊണ്ടു വരാനുള്ള പ്രവർത്തനം. അത് കേവലം എന്തെങ്കിലും ചില ആഹാര വസ്തുക്കൾ കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സാമ്പത്തിക സഹായം കൊടുത്തത് കൊണ്ടോ വരുന്ന കാര്യമല്ലല്ലോ. അതൊരു താൽക്കാലിക. സ്ഥിരമായി അവർക്ക് ഉയർന്ന് ജീവിതത്തെ മെച്ചപ്പെടുത്താനും കരുപ്പിടിപ്പിക്കാനും കഴിയണമെങ്കിൽ അതിന് സ്ഥായിയായ പ്രവർത്തനം ഉണ്ടായേ പറ്റൂ.
അങ്ങനെ ഒരു ആഹ്വാനം സർസംഘചാലകൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഡോക്ടർ ജിയുടെ ജന്മശതാബ്ദിയുടെ ഭാഗമായി നമ്മൾ രാജ്യമെമ്പാടും വ്യാപകമായി സേവാപ്രവർത്തനം നടത്തണം. അത് വിശേഷിച്ചും ഈ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി, പിന്തള്ളപ്പെട്ടവർക്ക് വേണ്ടി, ദരിദ്രരായവർക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത് എന്ന ഒരാഹ്വാനം മുഴങ്ങി. ആ ആഹ്വാനത്തെ തുടർന്നാണ് ഇന്ന് നാം കേൾക്കുന്ന സേവാഭാരതി എന്ന പ്രസ്ഥാനം തുടങ്ങുന്നത്. ആ സേവാഭാരതി ഇന്ന് ഭാരതത്തിൻ്റെ ഏതാണ്ട് മുക്കിലും മൂലയിലും ഉണ്ട് എന്ന് നമുക്കറിയാം. അതൊരു വലിയ ഇപ്പോഴത്തെ ഒരു 5-10 കൊല്ലം മുമ്പത്തെ കണക്ക്, ഈ ലേറ്റസ്റ്റ് കണക്കെന്ന് പറയാൻ പറ്റില്ല, എടുത്തെന്നാൽ 1,00,000-ലധികം പ്രോജക്റ്റുകളുണ്ട് രാജ്യമെമ്പാടും. സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന 1,00,000-ലധികം പ്രോജക്റ്റുകൾ സേവാഭാരതി വഴി മാത്രം ചെയ്യുന്നത്. വേറെ സംഘടനകൾ ചെയ്യുന്നതുണ്ട്, ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് ചെയ്യുന്നതുണ്ട്, വനവാസി കല്യാണാശ്രമം ചെയ്യുന്നതുണ്ട്, അതൊന്നും ഈ കണക്കിൽപ്പെട്ടിട്ടില്ല. അതല്ലാതെ തന്നെ സേവാഭാരതി വഴി മാത്രം 1,00,000-ലധികം പ്രോജക്റ്റുകൾ പിന്നാക്ക മേഖലകളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ പ്രോജക്റ്റുകളെന്ന് പദ്ധതികൾ തന്നെ 17,500 ഉണ്ട്. ആരോഗ്യ മേഖലയിൽ 12,000-ലധികം ഉണ്ട്. ഇതെല്ലാം സേവാഭാരതിയുടെ മാത്രമാണ്. അതുപോലെ സാമൂഹിക സുരക്ഷ മേഖലയിൽ 26,000 പദ്ധതികളുണ്ട്. സ്വാശ്രയ പദ്ധതികൾ 9,238. ഇങ്ങനെ സർവ്വ മേഖലകളിലും ഉണ്ട്. അതിൽ ചിലത് ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ആരോഗ്യ മേഖലയിൽ മാത്രം 4,200 ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളുണ്ട് സേവാഭാരതിയുടെ മാത്രം നേതൃത്വത്തിൽ. 960 മൊബൈൽ ക്ലിനിക്കുകളുണ്ട്. ഈ മൊബൈൽ ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അത് എവിടെയെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ തൽക്കാലം ഒരു ക്ലിനിക്കൽ സഹായം എത്തിക്കുന്ന ഒരു ചെറിയ ആംബുലൻസ് സംവിധാനം അല്ല. ഇപ്പോൾ എനിക്കറിയാം, വയനാട്ടിൽ ഇപ്പോൾ നമ്മൾ വയനാടിൻ്റെ മുൻപിൽ നിൽക്കുകയാണല്ലോ, കേരളം നിൽക്കുകയല്ലേ. ഈ വയനാട്ടിൽ വനവാസി മേഖലയിൽ അനേകം വർഷങ്ങളായി, ഏതാണ്ട് 1/2 നൂറ്റാണ്ടോളം കാലമായി, 1/2 നൂറ്റാണ്ടിലധികമായി പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ചും ഈ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് വയനാട്ടിൽ മുട്ടിൽ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ എന്ന് പറഞ്ഞ് വനവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ കേന്ദ്ര. നാഗപ്പൂരിൽ നിന്നൊരു ഡോക്ടർ ആണ് ഡോക്ടർ സഹദേവ്. അദ്ദേഹം പത്മശ്രീയൊക്കെ കിട്ടിയപ്പോൾ അദ്ദേഹം ഉണ്ട്. ഇപ്പോഴും അദ്ദേഹവും കുടുംബവും വയനാട്ടിലുണ്ട്, മുട്ടിലുണ്ട്. ആ മുട്ടിൽ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനം എനിക്ക് നേരിട്ടറിയാൻ, ഞാൻ അവിടെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഈ വനവാസികളിൽ ചില വിഭാഗങ്ങൾ, ബഹുഭൂരിപക്ഷം വിഭാഗവും അതെ, ചില വിഭാഗം പ്രത്യേകിച്ചും അവർ പുറത്തേക്ക് വരില്ല, അവർ വസിക്കുന്ന ഇടങ്ങളിൽ നിന്ന്. ചിലത് വനത്തിനുള്ളിൽ താമസിക്കുന്നവരാണ്, അവർ ഗ്രാമത്തിലേക്ക് വരില്ല. ഗ്രാമങ്ങളിൽ ഈ പഴയ കോളനി എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും വനവാസി ഊരുകൾക്ക് പുറത്തേക്ക് അവർ ആശുപത്രിയിൽ പോകാൻ മടിക്കുന്നവരുണ്ട്. അസുഖം വരുന്നതൊക്കെ ദൈവകോപമാണെന്ന് വിചാരിച്ച് ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ആശുപത്രിയിലേക്ക് പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ പോലും വരാത്തവരുണ്ട്. അത്തരം ഇടങ്ങളിലേക്ക്, ഈ ഊരുകളിലേക്ക് അങ്ങോട്ട് പോയി അവരുടെ കുടിലുകളിൽ ഇരുന്ന് അവരെ പരിശോധിച്ച് അവർക്ക് മരുന്ന് കൊടുക്കാനൊക്കെ അവിടെ ആൾക്കാരുണ്ടാവും, നമ്മുടെ തന്നെ പ്രവർത്തകരുണ്ടാവും. ഇവരൊന്നും മരുന്ന് കഴിക്കത്തില്ല, അപ്പോൾ നിർബന്ധിച്ച് മരുന്ന് കൊടുക്കാനും ഒക്കെ സംവിധാനമുണ്ട്. മരുന്ന് കൊടുപ്പിച്ച് അപ്പോൾ ഡോക്ടറും നേഴ്സും ക്ലിനിക്കൽ അസിസ്റ്റൻറ്റും വണ്ടിയും ആംബുലൻസും മരുന്നും എല്ലാം ആയിട്ടാണ് പോവുക. അങ്ങനെ ഓരോ ദിവസവും നിശ്ചയിച്ചിട്ടുണ്ട്, ഇന്ന ഊരിൽ ഇന്ന ദിവസം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ പ്രവർത്തകർ അവരെ എല്ലാവരും വിളിച്ച് കൂട്ടി ഒന്നിച്ചിരുത്തി കണ്ണ് പരിശോധിക്കേണ്ടവരെ, ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ഉള്ളത് പരിശോധിച്ച് മരുന്ന് അത്തരം ക്ലിനിക്കുകളാണ് ഈ പറയുന്ന മൊബൈൽ ക്ലിനിക്ക് എന്ന് പറയുന്നത്. വെറുതെ ഒരു ആംബുലൻസ് സർവീസ് അല്ല അത്. അങ്ങനത്തെ സർവീസുകളാണ് ഈ 960 മൊബൈൽ ക്ലിനിക്ക് എന്നുദ്ദേശിച്ചത്. അത്തരമാണ് അത് രാജ്യം മുഴുവൻ നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഈ വനമേഖലയിൽ പ്രത്യേകിച്ചും വയനാട്ടിൽ നടക്കുന്നുണ്ട്. 6,500 ഈ ആംബുലൻസുകളുണ്ട് സേവാഭാരതിയുടെ മാത്രം കീഴിൽ. അല്ലാതെ ഉള്ളത് ഞാൻ പറഞ്ഞു, അതൊക്കെ ഒഴിവാക്കിയിട്ട് 6,500 ആംബുലൻസുകൾ, 450 രക്തബാങ്കുകൾ, 234 ഔഷധ ശേഖരണ വിതരണ കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ, നമ്മുടെ തന്നെ പ്രവർത്തകർ പോയിട്ട് 2 തരത്തിൽ മരുന്ന് ശേഖരിക്കും. ഒന്ന് മെഡിക്കൽ ഷോപ്പുകാരോട് പറഞ്ഞിട്ട് അവർ കൊണ്ടുവരുന്നതിൽ അത് ഇതാവാത്ത, കാലഹരണപ്പെടാത്തതുണ്ടല്ലോ, ഔട്ട്ഡേറ്റ് ആവാത്ത സാധനങ്ങൾ, അത് നോക്കിയിട്ടേ വാങ്ങുള്ളൂ. അപ്പം മെഡിക്കൽ ഷോപ്പുകാരോട് ഒരു നിശ്ചിത അളവിൽ മരുന്ന് തരാൻ പറയും. ഇന്നിടത്തേക്കാണെന്ന് പറഞ്ഞിട്ട് വയനാട്ടിലേക്കോ വനവാസികൾക്കാണെന്ന് പറഞ്ഞു വാങ്ങും. മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സുമാരുണ്ട്, അത് നമ്മുടെ പ്രവർത്തകരും ഉണ്ട്, അല്ലാത്തവരുണ്ട്. അവർക്ക് ഈ സാമ്പിൾ മരുന്നുകൾ കിട്ടുമല്ലോ ഡോക്ടർമാർക്ക് കൊടുക്കാൻ.
അപ്പോൾ കമ്പനിയുടെ അറിവോടുകൂടി അവരുടെ ഈ സാമ്പിൾ മരുന്നുകൾ നമ്മൾ ശേഖരിക്കും. അതുപോലെ ഡോക്ടർമാർക്ക് സാമ്പിൾ മരുന്ന് കിട്ടും, ഡോക്ടർമാരുടെ കൈകളിൽ നിന്ന് ശേഖരിക്കും. അപ്പോൾ ഇതെല്ലാം ശേഖരിച്ച് വെക്കുന്ന കേന്ദ്രങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ 234 ഔഷധ കേന്ദ്രങ്ങൾ എന്ന് പറയും. എന്നിട്ടത് വക തിരിച്ച് ഇനം തിരിച്ച് എവിടേക്കാണോ എത്തിക്കേണ്ടത് അവിടത്തേക്ക് എത്തിക്കുന്ന സേവാഭാരതി പ്രവർത്തകർ സംഘത്തിൻ്റെ സംശയമുണ്ട്. അപ്പം ഇപ്പോൾ ഇന്നലെ കണ്ടില്ലേ, എറണാകുളത്തു നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു 50 ലക്ഷം രൂപയുടെ മരുന്നാണ് വയനാട്ടിലേക്ക് ഒരു കണ്ടെയ്നർ അല്ല ഒരു ടെമ്പോ ലോറിയിൽ കയറ്റിയിട്ട് അതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിൻ്റെ ചിത്രം ഇന്ന് പത്രത്തിൽ കണ്ടു. 50 ലക്ഷം രൂപയുടെ മരുന്നുകളാണ് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് സമാഹരിച്ചത്. അതിങ്ങനെ സമാഹരിക്കുന്നത് അത് ആദ്യ ഗഡു എന്നുള്ള നിലയ്ക്ക് അയച്ചിരിക്കും. ഇങ്ങനെ സമാഹരിച്ച് വിതരണം ചെയ്യുന്ന ഒരു നെറ്റ്വർക്കുണ്ട്. അത് 234 കേന്ദ്രങ്ങളുണ്ട് അങ്ങനത്തേത്. അതുപോലെ തന്നെ നിരവധി ബാലബാലികാ സദനങ്ങളുണ്ട്. അതിൽ 2 തരത്തിൽപ്പെട്ട കുട്ടികളാണ് അതിൽ താമസിപ്പിക്കുന്നത്. ഒന്ന് അനാഥരായ മക്കൾ സ്വാഭാവികമായിട്ടും, രണ്ടാമത് മാതാപിതാക്കൾ അവരെ രക്ഷിക്കാൻ പാകത്തിലുള്ളവരല്ല. ഒന്നുകിൽ അസുഖം വന്നവർ, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാളേ ഉള്ളൂ, അവർക്ക് സാമ്പത്തികമായ അവസ്ഥയില്ല, വീട് കഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ മക്കളെ തിരഞ്ഞു പിടിച്ച് അവരെ താമസിക്കും. പക്ഷേ RSS ആണ് എൻ്റെ ഒരു ധാരണയാണ്, ചിലപ്പോൾ തെറ്റാവാൻ സാധ്യതയില്ല. നമ്മൾ കേട്ടിരിക്കുന്ന അനാഥ മന്ദിരങ്ങൾ എന്നാണല്ലോ കുട്ടികളെ ഇങ്ങനെ വൃദ്ധസദനങ്ങളെ അനാഥ മന്ദിരങ്ങൾ എന്ന് അതിനും പറയുന്നത്. വൃദ്ധരുടെ അനാഥ മന്ദിരം, കുട്ടികളുടെ അനാഥ മന്ദിരം. ഒരു 30 കൊല്ലം മുമ്പ് വരെ ഈ അനാഥ മന്ദിരത്തിലേക്ക് കേരളത്തിലെ അടക്കം അനാഥ മന്ദിരത്തിലെ കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നത് എവിടെയാണ്, നല്ല ഭക്ഷണം കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് വലിയ വലിയ പ്രമാണിമാരുടെ വീട്ടിൽ സദ്യകളൊക്കെ കല്യാണം ഒക്കെ വെക്കുമല്ലോ. ഇപ്പോൾ ബിരിയാണി അല്ല സദ്യ, പായസം, ഈ സാധനം 1000 പേർക്ക് വെച്ചു 750 പേരേ കഴിച്ചുള്ളൂ. ബാക്കി 250 കൊണ്ട് കടലിൽ പുഴയിൽ ഒഴുക്കുന്നതിന് പകരം ഇവർ നാട്ടിലുള്ള അനാഥ മന്ദിരം ഏതാണെന്ന് അന്വേഷിച്ചിട്ട് അവിടെ കൊണ്ട് കൊടുക്കലായിരുന്നു പണി. പഴയ തുണികൾ വലിയ വലിയ വീടുകളിലുണ്ടെങ്കിൽ അത് അനാഥ മന്ദിരത്തിൽ കൊടുക്കലായിരുന്നു. ഈ ഏർപ്പാട് ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് അവസാനിപ്പിച്ചത് RSS ആണ്. സേവാഭാരതിയുടെ ബാലബാലികാ സദനങ്ങളിൽ ആദ്യകാലത്ത് ഇതുപോലെ വരുമായിരുന്നു. പറഞ്ഞു ഇത് അനാഥരല്ല ഈ മക്കൾ, ഇത് ഞങ്ങളുടെ മക്കളാണ്, ഇവരനാഥരല്ല, നിങ്ങൾ അനാഥർക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഭക്ഷണമൊന്നും ഇവിടെ ആവശ്യമില്ല, ഇത് ഞങ്ങളുടെ മക്കളാണ്, ഞങ്ങളാണ് അവരെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് മാതൃഛായ, കേരളത്തിൽ ആദ്യം തുടങ്ങിയ ബാലസദനത്തിൻ്റെ പേര് മാതൃഛായ എന്നാണ്. അമ്മയുടെ ഛായയിൽ വളരുന്ന മക്കൾ അവരനാഥരല്ല എന്ന തരത്തിലായിരുന്നു. അങ്ങനെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഉണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചും ഈ ബാലബാലികാ സദനങ്ങൾ 2, 3, 4 ഒക്കെ ഉണ്ട്. ഈ ബാലബാലികാ സദനങ്ങളെ ഉള്ളത് അവരെ സംരക്ഷിക്കുന്നു. അവരുടെ പഠിത്തം എത്ര പഠിത്തം ആകാമോ അത്രയും. ഇപ്പോൾ ഈ അമ്മത്തൊട്ടിലിൽ ഇടുന്ന കുഞ്ഞുങ്ങളില്ലേ, ശിശുക്കൾ ജനിച്ച ഉടനെയൊക്കെ ഉപേക്ഷിക്കും, അത്തരം കുഞ്ഞുങ്ങൾ അടക്കം ഉള്ളത് ഈ കുട്ടികളെ വളർത്തി, ആ പെൺകുട്ടികളാണെങ്കിൽ അവരെ പഠിപ്പിച്ച് എത്ര പഠിപ്പിക്കാമോ അത്ര, അവർക്ക് വേണ്ടത്രയും പഠിച്ച് അവർക്ക് ജോലി കിട്ടുമെങ്കിൽ അങ്ങനെ അവരുടെ വിവാഹം വരെ നടത്തി കൊടുത്തിട്ടാണ് ഈ ബാലികാ സദനങ്ങളൊക്കെ പ്രത്യേകിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ കുറച്ച് നാൾ മുമ്പ് സർക്കാരിൻ്റെ ഒരു നിയമം വന്നു, 18 വയസ്സ് കഴിഞ്ഞാൽ നിർത്താൻ പാടില്ല. അതൊക്കെ പിന്നെ പുതിയ ഏർപ്പാടുകൾ, നിയമപരമായ കാര്യങ്ങൾ. ആൺകുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെയാണ്, അവരെ പഠിപ്പിക്കുന്നു. അവരുടെ കായിക ക്ഷമത അല്ലെങ്കിൽ കലാകാരന്മാരാണെങ്കിൽ അങ്ങനെ അവർക്കുള്ള പ്രത്യേക കഴിവുകളെ വളർത്തുന്നു. വെറുതെ അവരെ ഒരിടത്ത് താമസിപ്പിച്ച് പഠിപ്പിച്ച് തിരിച്ചയക്കുകയല്ല, അവരുടെ വ്യക്തിപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ, ഗുണങ്ങളെ കണ്ടെത്താൻ, അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് പഠിത്തം അയക്കാൻ. ഇപ്പോൾ LLB പാസ്സായ മക്കളുണ്ട് നമ്മുടെ ബാലികാ സദനങ്ങളിൽ. പഠിച്ചവരുണ്ട്, അല്ലാതെ ഉയർന്ന കോഴ്സുകൾ പഠിച്ചവരുണ്ട്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വക്കീലന്മാരുണ്ട്. ഞാൻ അവരുടെ ഒന്നും പേരുകളൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള മക്കൾ ആണ് വാസ്തവത്തിൽ അനാഥ മന്ദിരമല്ല, നമ്മളൊന്നുകിൽ ആശ്രമം എന്നാണ് ഒന്നുകിൽ പറയുക, അല്ലെ മാതൃഛായ എന്നുള്ള പേരുകളാണ് ഉപയോഗിക്കുക. അങ്ങനത്തെ ബാലബാലികാ സദനങ്ങൾ നിരവധിയുണ്ട്. അത് രാജ്യം മുഴുവൻ എടുത്താൽ എണ്ണിയാലൊടുങ്ങാത്ത അത്രയുണ്ട്. കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും ഉണ്ട്. അതുപോലെ വൃദ്ധസദനങ്ങൾ, നമ്മളതിന് വാനപ്രസ്ഥി കേന്ദ്രം എന്നൊക്കെയാണ് പേരിട്ടിരിക്കുന്നത്. അനാഥമന്ദിരമല്ല, അവർ അച്ഛൻ മക്കൾ ഉപേക്ഷിച്ചവരായിരിക്കാം, അല്ലെ രോഗം വന്നവരായിരിക്കാം, അല്ലെ മക്കളില്ലാത്തവരായിരിക്കാം. അവർ അനാഥരല്ല, അവർ നമ്മുടെ കാരണവന്മാരാണ് എന്ന നിലയിലാണ് അവരെ പരിചരിക്കാനുള്ള ആൾക്കാരടക്കം ഉള്ളത്. അവരുടെ രോഗ ചികിത്സ, കുളിപ്പിക്കുന്നതടക്കം എല്ലാം, ആഹാരം കൊടുക്കുന്ന, അവരുടെ അവസ്ഥയ്ക്കനുസരിച്ച് സംരക്ഷിക്കുന്ന
വൃദ്ധ ആശ്രമങ്ങൾ എന്നാണ് അതിനൊക്കെ പറയുന്നത്, അതുണ്ട്. അതുപോലെ ഈ ബുദ്ധി മാന്ദ്യം വന്നവർക്കോ മാനസിക വെല്ലുവിളിയുള്ള ആൾക്കാരുണ്ട്, അവരെ പരിപാലിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ട്. അതുപോലെ അംഗവൈകല്യം വന്ന അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെ ധാരാളം കേന്ദ്രങ്ങൾ ഭാരതമെമ്പാടുമുണ്ട്, കേരളത്തിലുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സേവാപ്രവർത്തനം എന്നുള്ളതൊരു തൽക്കാല കാര്യത്തിന് ഒരല്പം പ്രശസ്തിക്കോ അല്ലെങ്കിൽ ഒരു വാർത്തയിൽ വരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനോ ഒന്നും എല്ലാവരും അങ്ങനെ ചെയ്യുന്ന അർത്ഥത്തിലല്ല. ഇതൊന്നും അല്ല സേവാഭാരതിയുടെ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൽ അവശത സമൂഹത്തിലുള്ളവരെല്ലാം നമ്മുടെ കുടുംബാംഗമാണ്. അപ്പോൾ അവരെയൊക്കെ കുടുംബാംഗങ്ങളെപ്പോലെ സംരക്ഷിക്കേണ്ടവരാണ്. അത് അവരെ ഒരു സഹായം ചെയ്യുന്നു എന്ന അഹങ്കാരം നമുക്കുണ്ടാകാതിരിക്കാൻ, ചെയ്യുന്നവർക്ക് തോന്നുമല്ലോ, നമ്മൾ വലിയ സഹായമാണ് ചെയ്യുന്നത്, സേവനമാണ് ചെയ്യുന്നത്, ഞാൻ നാടിന് വേണ്ടി കഷ്ടപ്പെടുക, ആ തോന്നലുണ്ടാകാതിരിക്കാനാണ് ശാഖയിൽ പറഞ്ഞ് ശീലിപ്പിച്ച് കൊണ്ടുവരുന്നത് ഈശ്വര പൂജയാണ്, ഇത് സഹായമല്ല, ആരെയെങ്കിലും പ്രത്യേകിച്ച് സഹായിക്കാനോ അവാർഡ് നേടാനോ ഒന്നുമല്ല എന്ന് പഠിപ്പിച്ച് ശീലിപ്പിച്ച് കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഇതാണൊരു മാനസികാവസ്ഥ. ഇപ്പോൾ ഗുജറാത്ത് ഭൂകമ്പം ഉണ്ടായ സമയത്ത് അതിനെക്കുറിച്ച് അവിടുത്തെ ഒരു ഔട്ട്ലുക്ക് മാസിക ആ ഭൂകമ്പ സ്ഥലത്തെ RSSൻ്റെ പ്രവർത്തനം കണ്ടിട്ട്, ഔട്ട്ലുക്ക് മാസിക RSSൻ്റെ അല്ല, അറിയാമല്ലോ, അതിൽ അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ലിറ്ററലി വിത്തിൻ മിനിറ്റ്സ് RSS സേവാഭാരതി വോളണ്ടിയേഴ്സ് were at the scenes of distress. Across Gujarat, the RSS cadets were the saviors. Even as the state machinery went comatose in the first 2 days after the quake, the cadre-based machinery of the Sangh fanned out throughout the state. Approximately 35,000 RSS members in uniform were pressed into service. സർക്കാർ മെഷീനറി പോലും നിശ്ചലമായ സന്ദർഭത്തിൽ 2 ദിവസം സർക്കാരിന് പോലും എന്ത് ചെയ്യണം? കാരണം ഈ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ കേരളത്തിലുണ്ടായതുപോലെയൊന്നും പറയാൻ പറ്റില്ല. കാരണം അവിടെ ഈ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പം ലക്ഷക്കണക്കിന് ആൾക്കാരെ അത് ബാധിക്കുകയാണ്. ദിവസങ്ങൾക്ക് ശേഷമാണ് ശവശരീരങ്ങൾ കിട്ടുന്നത്. ഇപ്പം നമ്മുടെ വയനാട്ടിൽ ഉണ്ടായതും ഏതാണ്ട് വെള്ളപ്പൊക്കം അല്ലെങ്കിലും ദിവസങ്ങൾക്ക് ശേഷമൊക്കെ മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്നു ജഡങ്ങൾ. പക്ഷെ അത് മണ്ണിനടിയിലാണെന്ന് വിചാരിക്കും. ഇത് ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ശരീരം 2 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ചീഞ്ഞ് അളിഞ്ഞ് പരുവപ്പെട്ടിട്ടുണ്ടാവും. അത് കയ്യുറ പോലും ഇല്ലാതെ 2 കൈ കൊണ്ടും കോരിയെടുക്കുമ്പോൾ ഈ ചെളി കോരുന്നതാണെന്ന് തോന്നത്തുള്ളൂ. അത്തരം ജഡങ്ങളും ശരീരഭാഗങ്ങളും കോരിയെടുത്ത് സംസ്കരിക്കുന്നത് കണ്ടിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പട്ടാളക്കാരും അടക്കം അതിശയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരിശീലനമൊന്നും കിട്ടുന്ന സംഘടനയല്ലല്ലോ ഇത്. പട്ടാള പരിശീലനമോ ഇങ്ങനെ ഈ പറയുന്ന പോലെ ദുരന്ത നിവാരണ പരിശീലനമൊന്നും RSSനില്ല. ഒരിക്കൽ ജനറൽ കരിയപ്പ ഗുരുജിയോട് ചോദിച്ചു, ഈ യുദ്ധസഹായത്തിൻ്റെ സന്ദർഭമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്ത് പരിശീലനമാണ് കൊടുക്കുന്നത് RSSൻ്റെ ശാഖയിൽ? ഈ പട്ടാളക്കാരെ ഇങ്ങനെ സഹായിക്കണം, അതിന് ചില പരിശീലനമൊക്കെ വേണമല്ലോ, യുദ്ധമുഖത്ത് പ്രവർത്തിക്കാനൊരു പരിശീലനം വേണമല്ലോ, അതെങ്ങനെ സാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗുരുജി ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, അത് കബഡി കളിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കൊടുക്കുന്ന പരിശീലനം എന്നുവെച്ചാൽ പ്രത്യേക ആത്മാർത്ഥത എന്നൊരൊറ്റ ഉപകരണമേ സ്വയം സേവകരുടെ കൈകളിൽ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ചിലയിടത്തൊക്കെ ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ കാര്യമായ പരിശീലനം ഇല്ലാതെ തന്നെ ഇതിനിറങ്ങുന്നത് ഞാൻ മുമ്പേ പറഞ്ഞത് നമ്മുടെ സ്വന്തം ആൾക്കാർ എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ. അപ്പോൾ പിന്നെ ഇപ്പോൾ എൻ്റെ അമ്മ ചീഞ്ഞ ശരീരമാണ്, ഞാൻ എടുക്കാതിരിക്കുമോ? എൻ്റെ കുട്ടി അത് ചതഞ്ഞരഞ്ഞ് കഷ്ണങ്ങളായിപ്പോയ ശരീരം എനിക്കെടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത് എൻ്റെ തന്നെയാണല്ലോ. ഈ വികാരമാണ് സ്വയം സേവകരെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും. അതുകൊണ്ട് ഈ ദുരന്ത മേഖലകൾ ഇപ്പോൾ 1988 ഈ ജൂലൈ മാസമാണ് നമ്മുടെ കേരളത്തിലെ പെരുമൺ തീവണ്ടി ദുരന്തം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൻ്റെ കട്ടിങ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടു. ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അത് സ്വയം സേവകർ ദിവസങ്ങളോളം
അത് ആ ദുരന്ത സമയത്ത് മാത്രമല്ല, അവിടെ വന്നു വെള്ളത്തിൽ വീണവരെ രക്ഷിക്കുന്നു, മരിച്ചവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യുന്നു. നൂറുകണക്കിന് സ്വയംസേവകരവിടെ ട്രൗസറും ഷർട്ടും ഇട്ട് വന്നിട്ട് പണിയെടുക്കുകയാണ്. എന്ന് മാത്രമല്ല അതുപോലെ കോഴിക്കോട് ഒരിക്കലുണ്ടായിരുന്നു ഒരു തീവണ്ടി ദുരന്തം. ആ സമയത്തൊക്കെ ഈ അടിയന്തര പ്രവർത്തനം നടത്തി തിരിച്ചു പോവുകയല്ല ചെയ്യുന്നത്, അവിടെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയിട്ടാണ് പോണേ. കോഴിക്കോട് റെയിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടി അതിനിടുന്ന ഈ സിമെൻറ്റ് സ്ലാബില്ലേ, വലിയ കട്ടിയുള്ള പാളത്തിൻ്റെ അടിയിലിടുന്ന സാധനം, ആ സാധനം അതുവരെ വടം കെട്ടി വലിച്ച് ഇട്ട് കൊടുത്ത്, കാരണം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമല്ലോ, സർക്കാർ അല്ലെ റെയിൽവേക്ക് ചെയ്യുന്നതിനൊരു സമയമുണ്ട്. അവർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ട് എല്ലുമുറിയെ പണിയെടുത്ത്, എന്ന് വെച്ചാൽ ഒരു ദുരന്തമുണ്ടായാൽ അവിടെ അതിനെ പുനഃസ്ഥാപിച്ചതിന് ശേഷം, ജീവിതം പുനഃസ്ഥാപിച്ചതിന് ശേഷമേ സേവാഭാരതി സംഘപ്രവർത്തകർ അവിടുന്ന് മാറാറുള്ളൂ. ചാനലുകാരുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു വിഷയമേ അല്ല. അങ്ങനെയാണ് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെരുമൺ തീവണ്ടി ദുരന്തത്തിലും അങ്ങനെയാണ് പ്രവർത്തിച്ചത്. അത് മാതൃഭൂമി പത്രം എഴുതിയത്, ഇന്നാണ് എഴുതുമെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല. 88 മാതൃഭൂമി പത്രം എഴുതിയത് പോലീസും അതുപോലെയുള്ള ആൾക്കാരൊക്കെ പോലും ചെയ്യാൻ മടിക്കുന്നതോ അല്ലെങ്കിൽ അവരില്ലാത്ത സമയത്ത് പോലും RSS ആണ് പ്രവർത്തനം ചെയ്തത് ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് വന്നവരെന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി പത്രം എഴുതി, മുമ്പേ ഔട്ട്ലുക്ക് എഴുതി എന്ന് പറഞ്ഞതുപോലെ. അതുപോലെയാണ് സുനാമി അടിച്ചത്, നമുക്കറിയാം, നമ്മൾ നേരിട്ട് അനുഭവിച്ചവരാണല്ലോ. കേരളത്തിലെ തീരപ്രദേശങ്ങൾ മുഴുവൻ എത്ര മാസങ്ങളോ, എനിക്ക് തോന്നുന്നത് വർഷങ്ങളെടുത്തു, പ്രത്യേകിച്ചും കരുനാഗപ്പള്ളി ആലപ്പുഴയുടെ തീരം തൊട്ട് കൊല്ലം വരെയുള്ള ഭാഗത്താണ്, കായംകുളത്തിൻ്റെ ഒക്കെ പടിഞ്ഞാറൻ പ്രദേശത്ത് ഏറ്റവും ഭീകരമായ ദുരിതം കേരളത്തിലുണ്ടായത്. ആ പ്രദേശത്ത് സർക്കാർ സംവിധാനം ഈ ടാർപോളിനൊക്കെ കെട്ടി അതുപോലെ ഷീറ്റൊക്കെ ഇട്ട് കുടിലുകൾ പോലെയൊക്കെ ഹാള് പോലെയൊക്കെ ആക്കി മാസങ്ങളോളം പ്രവർത്തിക്കേണ്ടി വന്നു. അവിടെ തന്നെ സംഘത്തിൻ്റെ പ്രചാരകന്മാർ ക്യാമ്പ് ചെയ്ത് അമൃതാനന്ദമയി അമ്മയുടെ മഠത്തിൻ്റെ സഹായത്തോടു കൂടി അവരും സാമ്പത്തികമായി എന്തും ചെയ്യാൻ അമ്മ പറഞ്ഞു. എന്ത് പ്രവർത്തനം വേണമെങ്കിലും ചെയ്തോളൂ, സേവാഭാരതിക്ക് അമ്മ തന്ന നിർദ്ദേശമാണ്. എന്തിനും ആ മഠം കൂടെയുണ്ട്, പിന്നിലുണ്ടെന്നല്ല പറഞ്ഞത്, മഠം കൂടെയുണ്ട്, എന്ത് വേണമെങ്കിൽ ചെയ്തു കൊള്ളുക എന്ന് പറയുകയും എത്രയോ മാസങ്ങളെടുത്തു അവരെ പുനരധിവസിപ്പിക്കാൻ. അനേകം അമ്മ തന്നെ 100 കണക്കിന് വീട് വെച്ചു, സേവാഭാരതി വീട് വെച്ച് കൊടുത്തു. പിന്നെ അവർ അതിനിടയിൽ ഈ നാളുകളോളം മാസങ്ങളോളം താമസിക്കാനുള്ള ആഹാരം, വസ്ത്രം, മരുന്ന്, ചികിത്സാ സഹായങ്ങൾ, ആ കുട്ടികളുടെ വിദ്യാഭ്യാസം, അനാഥ അല്ലെങ്കിൽ പാവം എല്ലാം തകർന്നു പോയ പെൺമക്കളുടെ വിവാഹം അടക്കമുള്ള അനേകം പ്രവർത്തനങ്ങൾ നടത്തി മാസങ്ങൾ. ആ കാര്യങ്ങൾ അവിടുത്തെ സർക്കാരിൻ്റെ കുടിൽ പൊളിക്കുന്നിടം വരെയും നമ്മുടെ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു. സർക്കാർ കെട്ടിയിട്ടിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് സർക്കാർ കാര്യം മുറ പോലെ എന്നുള്ള നിലയ്ക്ക് പോയെങ്കിലും ആ സുനാമി ദുരന്ത സമയത്ത് കേരളത്തിൽ RSSൻ്റെ പ്രവർത്തനം അഥവാ സേവാഭാരതിയുടെ പ്രവർത്തനം എന്താണെന്ന് കണ്ടതാണ്. അതുപോലെ 2018 വെള്ളപ്പൊക്കം, ഇപ്പം നമ്മുടെ കൺമുമ്പിൽ നടന്ന വെള്ളപ്പൊക്കം, 33 ഡാമോ മറ്റാണ് ഒരേ സമയത്ത് രാത്രി 1 മണിക്ക് തുറന്നത്. അതുകൊണ്ട് കേരളം ഏതാണ്ട് തിരുവിതാംകൂർ മിക്കവാറും മുങ്ങിയല്ലോ, കൊച്ചി അടക്കം മുങ്ങിപ്പോയി. അതിൽ 350 സേവാഭാരതി യൂണിറ്റ് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനു വേണ്ടി മാത്രം 5000 പ്രവർത്തകർ, സ്വയംസേവകർ, സേവാഭാരതി പ്രവർത്തകർ പ്രവർത്തിച്ചതിനിടയ്ക്ക് 3,50,000 ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. അതൊരു ദിവസമല്ല, ഒരാഴ്ചയുമല്ല, എത്ര നാളുകൊണ്ടാണ് അവർ പുനരധിവസിപ്പിക്കപ്പെട്ടത് അതുവരെയും ഭക്ഷ്യക്കിറ്റ്. അത് സർക്കാർ കൊടുത്തതിനൊക്കെ കണക്കുണ്ടായിരിക്കാം, അതിന് ചിലപ്പോൾ അംഗീകാരങ്ങളോ അല്ലെങ്കിൽ പ്രശംസകളോ ഒക്കെ വന്നിട്ടുണ്ടാവാം. ഈ 3.5 ലക്ഷം ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്നതിൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞെന്നാൽ മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഞാനും പോയതാണ് ഈ അവിടുത്തെ ഈ ചെളി എല്ലാം വാരി വൃത്തിയാക്കുന്ന പണികളിൽ, വീടുകളിൽ. ഇപ്പോൾ ഒരു തവണ കോട്ടയത്ത് നിന്ന് ഞങ്ങളൊരു ബാച്ച് പോയപ്പം രാവിലെ ഒരു 11 പേരുണ്ട്, ഞങ്ങൾ ഒരു 2 വണ്ടിയിൽ 2-3 ജീപ്പിലായിട്ട് പോവുകയാണ്. ചട്ടിയും കൊട്ടയും തൂമ്പായും ഒക്കെ ആയിട്ട് പോകണു. തിരുവഞ്ചൂർ ഭാഗത്തു നിന്നുള്ളൊരു ബാച്ചിൻ്റെ കൂടെയായിരുന്നു ഞാൻ പോയത്. അവിടെ പോയി ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ഒരു 10-12 വീടുകളെങ്കിലും ഇന്ന്, ഇല്ലെങ്കിൽ ഒരു 7-8 വീടെങ്കിലും ഇന്ന് ശുചീകരിക്കണം. അപ്പം നമ്മൾ ഇത് ഓരോ വീട്ടിലെ അവസ്ഥ എന്താണെന്ന്, അതിനകത്തെ അവസ്ഥ എന്താണെന്ന് അവിടെ ചെന്നല്ലേ അറിയൂ എന്ന് പറഞ്ഞ് പോയി. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ ഞങ്ങൾ കയറി, ഒരു സാധാരണ വീട്, 2-3 കുഞ്ഞു മുറി, അടുക്കളയൊക്കെ ഉള്ളൂ, വരാന്തയൊക്കെ.
ആ വീട്ടിലെ അച്ഛനും അമ്മയും മാത്രം പ്രായമായവർ. എല്ലാം ആ പുഴയുടെ തീരത്താണ്. എല്ലാം കുത്തി ഒലിച്ചു കൊണ്ടുപോയി. ഈ സ്ട്രക്ചർ മാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. 7-8 വീട്ടിലെ എങ്കിലും ചെളി കോരി വൃത്തിയാക്കണം എന്ന് വിചാരിച്ച് തുടങ്ങിയ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഈ വീടിൻ്റെ അകത്ത് ഈ ചെളി എന്ന് പറഞ്ഞാൽ കണ്ടത്തിലെ വയലിലെ ചെളി പോലെയാണല്ലോ, പശ ഉള്ള മണ്ണാണ്. ഡാം തുറന്നു വിട്ടല്ലേ, നാളുകളായി ദശാബ്ദങ്ങളായി കിടക്കുന്ന ചെളിയെ കുത്തി ഒലിച്ച് വന്നതാണ്. അത് പശ പോലെ ഇങ്ങനെ ഒട്ടിക്കിടക്കുകയാണ്. മുട്ടൊപ്പം ഉണ്ട് ഓരോ മുറിയിലും. അത് ഈ തൂമ്പായ്ക്ക് വെട്ടി എടുക്കണം, ഈ വയലിൽ ചെളി വെട്ടിയെടുക്കുന്നത് പോലെ. അങ്ങനെ വെട്ടിയെടുത്ത് ഓരോ മുറിയിലെയും കഴിഞ്ഞ് ഈ കുഞ്ഞ് 3 മുറി അടുക്കളയും കഴിഞ്ഞപ്പോൾ 5:30 മണിയായപ്പോൾ ഇത്രേ നടന്നിട്ടുള്ളൂ. അത് വെട്ടി പുറത്തേക്കാക്കിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ആ വീട്ടിലെ അമ്മ ഈ വീടിന് ചുറ്റും ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഈ ഒരു വസ്ത്രം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഈ ചെളിയുടെ ഇടയിൽ നിന്ന് കിട്ടുമോ, ഒരു ചീപ്പിൻ്റെ കഷണമോ, ഒരു കുപ്പി ഗ്ലാസ്സോ, സ്റ്റീൽ ഗ്ലാസ്സോ, ഒരു പ്ലേറ്റോ, ഒരു തുണിയുടെ കഷ്ണമോ, എന്തെങ്കിലും ഒരു എണ്ണം, ഒരു തരിമ്പെങ്കിലും കിട്ടുമോ എന്ന് നോക്കി അവർ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് ആ വീടിന് ചുറ്റും നടക്കുന്നത് കണ്ടാലുണ്ടല്ലോ, അതൊരു വല്ലാത്ത കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ എത്ര ആൾക്കാർ, എന്തോരെ അനുഭവങ്ങളാണ്. അവിടെ നമ്മുടെ സ്വയംസേവകർ ഈ തരത്തിൽ പ്രവർത്തിക്കുകയാണ്. ഒരു വീട്ടിൽ ഈ കിറ്റ് കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ. കിറ്റ് കൊടുക്കാൻ പോയൊരു അനുഭവം ഒരിടത്തുനിന്ന് പറഞ്ഞത് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. 4-5 സ്വയംസേവകർ കൂടി വേണമല്ലോ ഒത്തിരി കിറ്റ് ചുമന്നുകൊണ്ട് പോകണമെങ്കിൽ. അപ്പോൾ ഓരോ ഏരിയയിൽ പോവുക, അവിടെയുള്ള വീടുകളിൽ ഇങ്ങനെ കൊടുക്കുക. ആ കൊടുക്കുന്ന വേളയിൽ അപ്പോൾ എല്ലാ വീട്ടിലും കയറി. അപ്പോൾ ഒരു വീട്ടിൽ അതിൻ്റെ മുമ്പിൽ കൂടെ പോയപ്പോൾ ഒരു പ്രവർത്തകൻ പറഞ്ഞു, സേവാഭാരതി സ്വയംസേവകൻ പറഞ്ഞു, ചേട്ടാ ഇതെൻ്റെ വീടാണ്, അന്നൊന്ന് കയറിയിട്ട് പോവാം. അപ്പോൾ കയറി കുശലമൊക്കെ പറഞ്ഞു, ഭാര്യയും 2 മക്കളും ഒക്കെ ഉണ്ട്, വർത്താനമൊക്കെ പറഞ്ഞു പുറത്തേക്കിറങ്ങി. അവർ പുറത്തേക്കിറങ്ങി, എല്ലാവരും പുറത്തേക്കിറങ്ങിയപ്പം ഉള്ളിൽ നിന്ന് വീട്ടുകാർ ഭർത്താവിനെ തിരിച്ചു വിളിച്ചു, ഒന്നും വരാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അയാൾ തിരിച്ച് കയറി ചെന്നപ്പോൾ അവർ പറയുക, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായില്ലേ, മക്കൾക്ക് കൊടുക്കാൻ ഒരു പൊതി ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ മറന്ന് പ്രവർത്തിക്കുകയാണ്. തന്നെ മറക്കുന്നു, തൻ്റെ ഭാര്യ, മക്കൾ, എൻ്റെ വീട് എങ്ങനെയാണ് എന്നുള്ളത് പോലും ഒരു വിഷയമല്ലാത്ത മട്ടിൽ ആണ് ഈ പ്രളയകാലത്തെ പ്രവർത്തനം. എല്ലാ സമയത്തും എല്ലായിടത്തും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കുട്ടനാട്ടിൽ മാത്രം ഈ പ്രളയ സമയത്ത് 20 മെഡിക്കൽ ക്യാമ്പ് കുട്ടനാട്ടിൽ മാത്രം നടത്തിയിട്ടുണ്ട്. 40 ആംബുലൻസുകളും അവിടെ മാത്രം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിനിടയിൽ സ്വയം നഷ്ടപ്പെട്ട എത്രയോ പേര് ഇപ്പം മോർവി അണക്കെട്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മോർവി അണക്കെട്ട് ദുരന്തം. ആ ദുരന്ത സമയത്തൊക്കെ പ്രവർത്തിച്ച നമ്മുടെ അവിടുത്തെ പ്രവർത്തകർ, സേവാഭാരതിയുടെ പേരിൽ നടത്തിയ സ്വയംസേവകർ നടത്തിയ പ്രവർത്തനം, അതിനെക്കുറിച്ചൊക്കെ അന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബൈഠക്കുകളിലൊക്കെ പറഞ്ഞത് ഈ ചീഞ്ഞളിഞ്ഞ ശരീരം വാരിയെടുക്കുന്നതിൻ്റെ അവസ്ഥയൊക്കെ, അതുപോലെ തന്നെ ആരാണ് കിട്ടിയ ശരീരവുമായിട്ട് വണ്ടിയിൽ പായുമ്പം വണ്ടിയെ കിടക്കുന്നത് സ്വന്തം അമ്മയാണെന്ന് അറിയുന്നില്ല, അല്ലെ ഭാര്യയാണെന്ന് അറിയുന്നില്ല. സ്വന്തം വീടിൻ്റെ സുരക്ഷ പോലും പരിഗണിക്കാതെയാണ് സമൂഹത്തിന് വേണ്ടി ഈ സേവാപ്രവർത്തനം, ഞാൻ പറഞ്ഞല്ലോ, അതൊരു സഹായം എന്നുള്ള നിലയ്ക്കല്ലാതെ ചെയ്തുകൊണ്ടിരുന്നത്. ഗുജറാത്തിൽ ഈ പലതവണ വെള്ളപ്പൊക്കവും ഭൂകമ്പ ദുരന്തവും ഉണ്ടായിട്ടുണ്ടല്ലോ, വലിയ ദുരന്തങ്ങൾ. ആ വേളയിൽ അവിടുത്തെ ജില്ലാ കളക്ടർ പറഞ്ഞ ഒരു വാക്യമുണ്ട്. അഹമ്മദാബാദ് ജില്ലാ കളക്ടറായിരുന്ന കെ ശ്രീനിവാസൻ, അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ദിസ് ഈസ് ആൻ ഓൾഡ് ട്രഡീഷൻ ഇൻ ദി RSS ടു ബി ദ ഫസ്റ്റ് അറ്റ് എനി ഡിസാസ്റ്റർ സ്ട്രൈക്ക്, ഫ്ലഡ്സ്, സൈക്ലോൺ, ഡ്രൗട്ട് ആൻഡ് നൗ ക്വാക്ക് ഇൻ കച്ച്. ടു the RSS Seva Bharati was the first to reach the affected areas. At Anjar, a town in ruins, the RSS was present much before the army and took the lead in finding survivors and fishing out the dead.
ഇപ്പം ആർമി എത്തുന്നതിന് മുന്നേ പോലും RSS പ്രവർത്തകരെത്തുക എന്നുള്ളത് അവരുടെ ഒരു പാരമ്പര്യമാണ് എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ഈ ദുരന്തം ഏറ്റവും കൂടുതലുണ്ടായ അവിടുത്തെ ജില്ലാ കളക്ടർ പറയുകയാണ്. ഇത് സംഘപ്രവർത്തനത്തിൻ്റെ ഒരു സംസ്കാരമാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രെയിൻ ചെയ്യിച്ച് അങ്ങനെ കൊണ്ടുവരുന്നതൊന്നുമല്ല. തന്നിൽ നിന്ന് വേറെ അല്ല എന്ന ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണിത് സാധിക്കുന്നത്. അതല്ലാതെ ഒരു ഒരു അപകടം ഉണ്ടാവുന്നു, എല്ലാവരും ഓടിയെത്തും, സ്വാഭാവികമായിട്ടും മാനുഷികമായൊരു ഗുണമാണ്, സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോഴും ഓടിയെത്താത്തവരാരാ? എല്ലാവരും എത്തിയിട്ടുണ്ട്. അവിടുത്തെ കക്ഷി, രാഷ്ട്രീയം, ജാതി, മതമൊന്നും മാനദണ്ഡമല്ല. അവരെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം പ്രശംസാർഹവുമാണ്, ആദരിക്കേണ്ടതുമാണ്, അംഗീകരിക്കേണ്ടതാണ്. അതിനൊക്കെ അംഗീകാരവും ആദരവും പ്രശസ്തിയും പ്രചരണവും കിട്ടുന്നുണ്ട്. പക്ഷേ അപ്പോഴും സേവാഭാരതി എന്നുള്ളത് ഇതൊന്നും ഇല്ലാത്തപ്പോഴും അവിടെ ഉണ്ട്. അവിടെയാണ് ഇന്നും വിളിച്ചു, രാവിലെ ഉച്ചയ്ക്കൊക്കെ വിളിച്ചു. 2 പ്രവർത്തകരെ 1-2 കാര്യം അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. അവിടുത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വേറെ ഞാൻ അവിടെ പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന സ്ഥലമായതുകൊണ്ട് ചില കാര്യം അറിയാൻ വേണ്ടി വിളിച്ചപ്പം വിളിച്ച 2 പേരും അവിടെയാണ്. 2 ദിക്കിലുള്ളവരെ ഞാൻ വിളിച്ചത്. അപ്പോൾ ചേട്ടാ ഞങ്ങൾ ഇവിടെയാണ്, ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്നെ സംസാരിക്കാം. ആദ്യം വിളിച്ച ആളിനോട് ചോദിച്ചപ്പോൾ അയാളും അത് തന്നെ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ഇന്നടത്താണ്, ഈ മേപ്പാടി ഈ പറഞ്ഞ സ്ഥലത്താണ്, രാത്രി വിളിക്കാം. അപ്പോൾ ഇപ്പോൾ ഇത്ര ദിവസമായില്ലേ, പട്ടാളം അവിടെയുണ്ട്, പോലീസുണ്ട്, സർക്കാർ ഏജൻസികൾ സംവിധാനം ഉണ്ടാവും, സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടാവും. ഇപ്പോഴും സേവാഭാരതി അവിടെ നിശബ്ദം. അവിടെ ആരെങ്കിലും വീഡിയോ പിടിക്കുന്നുണ്ടോ? അവിടെ ആരെങ്കിലും റിപ്പോർട്ട് ചോദിക്കുന്നുണ്ടോ? ഇതൊന്നും, അല്ലെങ്കിൽ ഇതൊന്നും പറയാൻ ആരെങ്കിലും ചിലർ നിർബന്ധിച്ചിട്ട് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് ശവസംസ്കാരം നടന്ന സ്ഥലമില്ലേ? ഒരു CSI പള്ളിക്കാർ കൊടുത്ത അവരുടെ ഹാളിലാണ് നമ്മുടെ ഓഫീസ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ പൊതു ഇടത്ത് സംസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ CSI ബിഷപ്പ് അവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ സേവാഭാരതിയുടെ ഈ സേവാ കേന്ദ്രത്തിൽ CSI ബിഷപ്പ് വരിക, അദ്ദേഹം മാധ്യമങ്ങളോടും സംസാരിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത് എന്നുള്ളത് ഞാൻ ചോദിക്കാൻ പോയില്ല. കാരണം അത് ഈ തരത്തിലുള്ള പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ മറന്നുകൊണ്ട് ചെയ്യണം എന്നുള്ള പഠിപ്പീര് എന്നുള്ളത്, നമ്മളെല്ലാം ഒരമ്മ പെറ്റ മക്കൾ. ഈ ഒരു വികാരത്തിലാണ് സേവാഭാരതി സേവാപ്രവർത്തനം 4 തരത്തിൽ ചെയ്യാം. ഞാനത് ആനുഷംഗിക സാന്ദർഭികമായി പറയുന്നു എന്ന് മാത്രം. 4 തരം സേവാപ്രവർത്തനം നടക്കുന്നുണ്ട്, തെറ്റല്ല. ഇപ്പോൾ ഒന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില മനുഷ്യർ, ഈ പ്രത്യേക സംഘടന ഇതൊന്നും ഇല്ലാത്ത ഒരാൾ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ നാളെ നമുക്കൊരാവശ്യം വന്നാൽ ആരെങ്കിലും വേണ്ടേ? അപ്പോൾ ഒരു പകരത്തിന് പകരം, അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാലാണല്ലോ നാളെ എനിക്കൊരാവശ്യം വന്നാൽ സഹായിക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെ പകരത്തിന് പകരം സഹായം കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് സേവാപ്രവർത്തനം ചെയ്യുന്നവരുണ്ട്. നല്ലതാണ്, അവർ ചെയ്യുന്നതിന് ഗുണമുണ്ടല്ലോ, അതുകൊണ്ട് അത് തെറ്റല്ല. മറ്റൊരു കൂട്ടർ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് പബ്ലിസിറ്റി കിട്ടും, പൊതു കാര്യപ്രസക്തനാണ്, അംഗീകാരം, അങ്ങനെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ട്. തെറ്റല്ല, നല്ലത് തന്നെ. കാരണം അവരുടെ പ്രവർത്തനത്തിന് പ്രയോജനമുണ്ടല്ലോ. മൂന്നാമതൊരു കൂട്ടരുണ്ട്, പൈസ ധാരാളമുണ്ട്, ഇപ്പം ഇങ്ങനെ ചെയ്യേണ്ടത് ആവശ്യമാണ്, ചെയ്യാൻ സഹായം ഉണ്ട്, അതുകൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഉള്ളത് കൊണ്ട് സഹായം ചെയ്യുന്നവർ, പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നവർ, അതുപോലെ നാളെ എനിക്കൊരാവശ്യം വന്നാൽ തിരിച്ച് കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് സേവനം ചെയ്യുന്നവരുണ്ട്. പക്ഷേ സേവാഭാരതിയിൽ ഇപ്പം ഞാനും നിരവധി തവണ ഈ സേവാ പരിപാടികളിലും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളവിടെ പറയുന്നത്, നമ്മുടെ സേവാ മനോഭാവം എന്ന് പറയുന്നത് ഈശ്വര പൂജയാണ് എന്നുള്ളതാണ്. അത് ഞാൻ മുമ്പ് പലവട്ടം ആവർത്തിച്ച വാക്കാണെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഒരു സഹായം നമ്മൾ ഒരാൾക്ക് കൊടുക്കാതിരിക്കട്ടെ, ഒരാൾ എന്നെ സഹായിക്കണേ എന്ന് ചോദിച്ചുകൊണ്ട് സഹായം ചോദിച്ചു വരുമ്പോൾ സഹായം കൊടുക്കും, സന്മനസ്സുള്ളവർ കൊടുക്കും. അപ്പോൾ കൊടുക്കുന്നയാളിൻ്റെ മനോഭാവമോ അയാളുടെ നിലപാടും എന്തായിരിക്കും? അയാൾ കൊടുക്കുന്നയാൾ ഒന്ന് ഉയർന്നു നിൽക്കും, ഒരു പ്രശസ്തി കിട്ടിയല്ലോ, അല്ലെങ്കിൽ ഒരു മഹത്വം ഉണ്ടായല്ലോ, ഒരു പുണ്യം ചെയ്തല്ലോ എന്ന ഒരു വലിയ സന്തോഷത്തിൽ അയാൾ കൊടുക്കും. വാങ്ങുന്നയാൾ ദയനീയമായി നിന്ന് ഞാനൊരാളുടെ പരസഹായം സ്വീകരിക്കുകയാണല്ലോ എന്ന മനോഭാവത്തിലാണ് ഈ സേവനത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ 3 തരത്തിലും നിൽക്കുക. സംഘത്തിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നത് 4മതൊന്നാണ്. ഈശ്വര പൂജ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഈശ്വരനാണോ താഴെ, പൂജ ചെയ്യുന്നവൻ മേലെയാണോ? ഏത് മതത്തിലെ ആയിക്കോട്ടെ, അവിടെ ഈശ്വരനാണ് വലിയ ശക്തി.
താണ് വീണ് വിനയത്തോടു കൂടി എനിക്ക് ഇത്രയല്ലേ പറ്റുന്നുള്ളൂ എന്ന മനോഭാവമാണല്ലോ പൂജ ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചുള്ള മനോഭാവം. അങ്ങനെ വേണമെന്നാണല്ലോ. ഏത് മതത്തിലുള്ളവരാണെങ്കിലും അങ്ങനെയാണ്. ദൈവമാണ് ശക്തൻ, ഞാൻ എളിയവൻ, എനിക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുന്നുള്ളല്ലോ എന്ന മനോഭാവം. അപ്പോൾ സേവനം അഥവാ സഹായം ദുരന്തത്തിനിരയായവർ മുമ്പിൽ നിൽക്കുമ്പോൾ അവരെ കാണുന്നത് ഒരു ഇരയായിട്ട് മാത്രമല്ല, അതിനപ്പുറം അതൊരു ഈശ്വര സ്വരൂപമാണ്. ആ ഈശ്വരനെ പൂജിക്കലാണ് അവരെ പരിചരിക്കുക എന്നുള്ളത്. അവരെ കുളിപ്പിക്കുക, അവരുടെ വസ്ത്രം ശരിയാക്കി കൊടുക്കുക, അവർക്ക് ആഹാരം കൊടുക്കുക, മരുന്ന് കൊടുക്കുക, ഇതെല്ലാം ഒരു പൂജാരി, ഭക്തിയുള്ള പൂജാരി, ഞാനതെടുത്ത് പറയുകയാണ്. 2 തരം പൂജാരിമാരിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. ഭക്തിയുള്ള പൂജാരി ശ്രദ്ധയോടും ഭക്തിയോടും കൂടി എങ്ങനെയാണോ ഒരു ആരാധന നടത്തുന്നത്, അതേ മനോഭാവത്തോടു കൂടിയാണ് സേവന പ്രവർത്തനം ചെയ്യേണ്ടത് എന്നാണ് സംഘത്തിൻ്റെ ശാഖയിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പ്രജീഷും ശരത്തും എന്ന് പറയുന്നത്. ഇപ്പോൾ വയനാട്ടിൽ ഈ ദുരന്തമുണ്ടായത്, അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റ് ചാനലുകാരൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ പ്രജീഷിനെയൊക്കെ ഫോണിൽ വിളിക്കുമ്പോൾ ഞാൻ ഒരു ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അതിൽപ്പെട്ടവരെ ഞാൻ എൻ്റെ ജീപ്പിൽ അക്കരെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു. ഈ ബാക്കി കുറേ ആൾക്കാരുടെ ഉണ്ടായേക്കാം, ഞാൻ നോക്കാൻ പോവുകയാണ്, അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വരാൻ പറ്റില്ല ചേട്ടാ, അവിടെ ആളുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടലും ഉണ്ടാകുന്ന അദ്ദേഹവും ജീപ്പും എല്ലാം അതിനടിയിൽ പെട്ടു പോകണത്. അയാൾക്ക് വേണമെങ്കിൽ കുറേ പേരെ രക്ഷിച്ചു എന്ന സമാധാനത്തിൽ എന്തുകൊണ്ടിരുന്നില്ല, എന്നെ തന്നെ ഞാൻ രക്ഷിക്കേണ്ടതല്ലേ എന്ന് വിചാരിക്കാം. പ്രജീഷ് അങ്ങനെ ചിന്തിച്ചില്ല, ശരത്ത് അങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം അവർക്ക് കിട്ടിയ അറിവും പരിശീലനം എന്ന് പറയുമ്പം ഈ കിട്ടിയ മാനസികാവസ്ഥ ഈ തരത്തിലുള്ളതായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രജീഷിനെയും ശരത്തിനെയും എല്ലാവരും അതെടുത്തു പറയാൻ കാരണം അവരെ മറന്നുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. അവരെ മറന്നുകൊണ്ട് ചെയ്തു. വേറെ ഒരു കാര്യം ഞാൻ പറയാം, പ്രളയ സമയത്തെ മറ്റൊരു ഉദാഹരണം പറയാം. അപ്പം നമ്മൾ ഒരാൾക്കൊരു വണ്ടിയിലേക്ക് കയറാൻ ചവിട്ടിക്കയറാൻ ശരീരം അല്ല കുനിഞ്ഞ് നിന്ന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ വാർത്ത വന്നിരുന്നു. അത് സേവനം തന്നെയാണ്. പക്ഷേ അതിലും ഒരു വലിയ ദുരന്തം അനുഭവിച്ച വേറെ ആൾക്കാർ സേവാഭാരതി പ്രവർത്തകരുണ്ടായിരുന്നു. അതാരും കൊട്ടിഘോഷിക്കുകയോ താമ്രപത്രം കൊടുക്കുകയോ അവാർഡ് കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ ഒത്തിരിയുണ്ട്, 2 എണ്ണം മാത്രം ഉദാഹരണത്തിന് പറയാം. ഒന്ന് തിരുവല്ലയിലെ ഒരു വിശാലെന്നും പറഞ്ഞൊരു പയ്യൻ, ചെറിയ പയ്യനാണ്, ശരീരം കുറച്ച് തടിച്ചിട്ടാണെങ്കിലും പ്രായം കുറഞ്ഞ ഒരു പയ്യനാണ്. ആറിൽ വെള്ളം ഇങ്ങനെ തെരച്ച് വരുമ്പോൾ ഇവർ 2-3-4 പയ്യന്മാർ പോയിട്ട് അക്കരെ ആൾക്കാർ പെട്ടിരിക്കുകയാണ്. നല്ല വീതിയുണ്ട് ഇവർ നിന്ന് ആ ഭാഗത്ത്, പ്രത്യേകിച്ചും വെള്ളം നിറയുകയും കൂടെ ചെയ്തപ്പോൾ നല്ല വീതിയും കുത്തൊഴുക്കുവാണല്ലോ. പ്രത്യേകിച്ചും പത്തനംതിട്ടയുടെ അടിവാരമാണ്. പോയി അവരവിടെ കണ്ടൊരു മരക്കുറ്റി ഇളകി കിടക്കുന്നതായിരുന്നു. ആ മരക്കുറ്റിയിൽ വടത്തിൻ്റെ ഒരറ്റം കെട്ടിയിട്ട് ഇതേ ബാക്കിയുള്ളവർ പിടിക്കുകയും ഈ വിശാൽ ബാക്കി വടവുമായിട്ട് അക്കരയ്ക്ക് നീന്തുന്ന വഴിക്ക് താഴോട്ട് പോകുമല്ലോ, ഒഴുക്ക് പാഞ്ഞു വരുമല്ലേ. അങ്ങനെ പോകുന്ന ഈ കുത്തൊഴുക്കിൽ ചെളിയും കല്ലും വെള്ളവും കൂടെ ഒഴുകി വരുന്ന ഈ കുറ്റിയും ഇളകി പോകാൻ തുടങ്ങി. ഇവർക്ക് ഇത് വിടാനും പറ്റുന്നില്ല, വടം പിടിച്ച് വലിക്കാൻ ഇത് രണ്ടും കൂടെ പറ്റുന്നില്ല, മലവെള്ളം വരല്ലേ. അവരുടെ കയ്യിൽ വിട്ടുപോയി. ഇയാൾക്ക് അക്കരെ എത്താനും പറ്റിയില്ല, പയ്യൻ മരിച്ചുപോയി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു ആളിൻ്റെ മകനാണ്. ഈ 18-ാം തീയതി, ഈ ഓഗസ്റ്റ് 16-ാം തീയതിയോ 18-ാം തീയതി മറ്റോ ആണ് ആ കുട്ടിയുടെ മരണദിനം. അയാൾ പോയി. അയാളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നൊരു മോനാണ്. ആ മോൻ നഷ്ടപ്പെട്ട് അയാളെ മറന്നുകൊണ്ട് അക്കരെയുള്ളവരെ ഒരു വടം കെട്ടിയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൽ ആ വിശാൽ നമുക്ക് നഷ്ടപ്പെട്ടു. മറ്റൊരാൾ മരിച്ചിട്ടില്ലെങ്കിലും വേറെ ഒരു അനുഭവം. സത്യത്തിൽ ഈ ചവിട്ടി നിന്നതൊക്കെ ആഘോഷിച്ച കേരളത്തിലെ മാധ്യമങ്ങൾ, ഉടൽ ചവിട്ടാൻ കൊടുത്തു എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ എന്തേ ഇത് മറച്ചു വെച്ചു? നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. ഇത് ചെയ്ത പ്രവർത്തകരും സേവാഭാരതി പ്രവർത്തകരും ഒന്നും അത് പ്രതീക്ഷിക്കുന്നില്ല. ഈ ഹരിപ്പാട് കള്ളിക്കാടെന്നും പറഞ്ഞൊരു സ്ഥലത്ത് ഒരു രത്നകുമാർ, ആ രത്നകുമാർ ഈ വെള്ളം ഇങ്ങനെ കുത്തി കലങ്ങി ഒഴുകുകയാണല്ലോ. എന്ന് വെച്ചാൽ പുഴയിലൂടെ അല്ല, ബാക്കി പ്രദേശം മുഴുവൻ നിറഞ്ഞല്ലോ. തിരുവല്ല, തിരുവൻവണ്ടൂർ, ആ പ്രദേശം എല്ലാം, പാണ്ടനാട്, ആ പ്രദേശം മുഴുവൻ വെള്ളത്തിലാണ്.
അപ്പം മൊബൈലുള്ളവർ മാത്രമാണല്ലോ ചില വീട്ടിൽ ഒറ്റപ്പെട്ട് പോയവർ വിളിക്കുകയാണ്, ഇന്നടത്തുണ്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ സേവാഭാരതി കിട്ടിയ ഒരു മെസ്സേജ് ആ ഭാഗത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ്. ഒരു വീടിൻ്റെ ടെറസിൽ കയറി ഒരു കുടുംബം മുഴുവൻ നിൽക്കുകയാണ്. അതിലൊരു സ്ത്രീ ഗർഭിണിയോ മറ്റോ ആയിരുന്നു എന്നും സംശയമുണ്ട്, നിൽക്കുന്നു. അപ്പോൾ ഹരിപ്പാട് ഈ കള്ളിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ രത്നകുമാർ അയാൾക്ക് വള്ളം ഊന്നാനറിയാം. അപ്പോൾ അയാൾ ഒരു വള്ളം, ബാക്കി ഒരു 4-5 സ്വയംസേവരും ഒക്കെ കൂടെ ആയിട്ടൊരു വള്ളത്തേൽ അവർ വള്ളമെല്ലാം ഇങ്ങനെ അടിച്ച് തകർത്താ പോരുന്നത്. കാരണം വെള്ളം ഒഴുകുന്ന ദിക്കിലേക്ക് ഇത് ചരിഞ്ഞ് ചരിഞ്ഞ്, പക്ഷേ ഇയാളൊരു പരുവത്തിൽ നിയന്ത്രിച്ച് ഇവിടെ എത്താറാകുമ്പം ഇത് ഈ കുത്തൊഴുക്കിൽപ്പെട്ടിട്ട് ഈ വള്ളം ഒരു കവുങ്ങിനിട്ടിടിച്ചിട്ട് കവുങ്ങ് ഒടിഞ്ഞ് നേരെ വള്ളത്തിനുള്ളിലേക്ക് വീണ് ഇയാളുടെ പള്ളയ്ക്കാവുണ്ട്. ഈ രത്നകുമാറിൻ്റെ പള്ളയ്ക്ക് കൊണ്ടെന്ന് വെച്ചാൽ വയർ കീറി കത്തി കൊണ്ട് മുറിക്കുന്ന പോലെ അല്ലല്ലോ, കവുങ്ങ് പൊട്ടി കീറുക എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റും. ഇവിടെ അങ്ങ് കീറി പിളർന്നിട്ട് കുടൽ പുറത്ത് ചാടി. ഭാഗ്യത്തിന് അയാൾക്ക് ബോധം പോയില്ല. അയാൾ തന്നെ അതെടുത്ത് ഉള്ളിലാക്കിയിട്ട് തോവർത്തും തുണിയും കൊണ്ട് വട്ടം കെട്ടിയിട്ടായ. അപ്പോൾ ഇവർ ആശുപത്രി കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ആശുപത്രി പോകാൻ വരട്ടെ, അവരെ ആദ്യം രക്ഷിക്ക്, ആ കുട്ടികളെ സ്ത്രീകളെ ആദ്യം രക്ഷിക്കുക, എന്നിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് അന്നേരം ആശുപത്രി കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് ഇവരെത്ര നിർബന്ധിച്ചിട്ടും അയാൾ സമ്മതിച്ചില്ല. എന്നിട്ട് അവസാനം ഈ വള്ളം ഇവരൊരു പരുവത്തിൽ ഈ പറഞ്ഞ വീട്ടിൻ്റെ അവിടെ കൊണ്ടുപോയി അവരെ വഞ്ചിയിൽ കയറ്റി സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തിനെ ആശുപത്രി കൊണ്ടുപോയത്. എത്രയോ മാസങ്ങൾ അദ്ദേഹം കിടന്നു, ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവാനായിട്ടില്ല. ഇത്രയും നാളായില്ലേ, ആരറിയുന്നു? അപ്പോൾ സേവാഭാരതി പ്രവർത്തകർ എന്ന് പറഞ്ഞെന്നാൽ അതിലൂടെ സേവാഭാരതിയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ചരിത്രമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഭാരതത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ സംഭവങ്ങൾ. അത് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചിലത് ഈ പുനരധിവാസം കഴിഞ്ഞെന്നാൽ അത് തുടരേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ നിരന്തരം ചെയ്യുകയാണ്, ഒരു ദിവസത്തെ പ്രവർത്തനമല്ല, ഒരു ആഴ്ചത്തെയോ മാസത്തെയോ ഒരു കൊല്ലത്തെയോ പ്രവർത്തനമല്ല. ഇപ്പം ഭൂദാനം, ഇപ്പോൾ വീടില്ലാത്തവർക്ക് ഒരു വീട് പദ്ധതിയുമായിട്ട് ഇപ്പോൾ ഏതാണ്ട് 600 ചില്ലുവാനം വീട് ആയി കഴിഞ്ഞിരിക്കുന്നു. 1000 വീട് വെക്കാൻ ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയ്ക്ക് അതിന് ഭൂമി തരികയാണ്. എന്തുകൊണ്ടാണ് ഭൂമി തരും? ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് മന്ത്രി ജോർജ് കുര്യനും ഒക്കെ വന്നിരുന്നു. സേവാഭാരതിക്ക് ഭൂമി അങ്ങോട്ട് കൊടുക്കുന്നു. ഭൂമി നേരത്തെ കിട്ടി, ആ ഭൂമി കിട്ടിയത് പലയിടത്തും വിതരണം ചെയ്തു. വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ വേണ്ടി വീട് വെച്ച് കൊടുക്കുന്നതും സേവാഭാരതിയാണ്. അവിടെ വീട് വെച്ച് കൊടുത്തതിൽ മുണ്ടക്കയത്തുന്നൊരു ക്രിസ്ത്യാനി, ഞാൻ അതിശയിച്ചപ്പോൾ RSSകാരല്ലേ സേവാഭാരതിയല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വിശ്വാസം സേവാഭാരതിയാണ്. അദ്ദേഹം അടക്കം കോട്ടയത്ത് കൊണ്ടുവന്നിട്ട് ആധാരം കൊടുക്കുന്നു. നിരവധി ആൾക്കാർ, ഒരു പട്ടാള കുടുംബം ഒക്കെ കൊണ്ടുവന്നിട്ട് ഭൂദാന പ്രസ്ഥാനം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആചാര്യ വിനോബ ഭാവയുടെ പ്രസ്ഥാനം, എത്രയോ ലക്ഷം ഏക്കർ ഭൂമി അദ്ദേഹത്തിൻ്റെ ഈ തപസ്സിൻ്റെ മുമ്പിൽ വലിയ വലിയ കോടീശ്വരന്മാർ സമർപ്പിച്ചു. കേരളത്തിൽ ആ പ്രവർത്തനത്തിന് നായകത്വം വഹിച്ചത് കേളപ്പജിയാണ്. ആ കേളപ്പജിയുടെ ചരിത്രമൊന്നും ഇതാരും പറയാറില്ല. ആ ഭൂദാന പ്രസ്ഥാനം ഇന്ന് ചെയ്യുന്നത് സേവാഭാരതിയാണ്. സേവാഭാരതിക്ക് ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി ഭൂമി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭൂമി സേവാഭാരതിയുടെ ഒരു സ്വത്താക്കി സൂക്ഷിക്കാനോ അത് നാളെ വലിയ കോടികളാക്കി മാറ്റാനോ അല്ല തീരുമാനിച്ചിരിക്കുന്നത്. സേവാഭാരതി തീരുമാനിച്ചിരിക്കുന്നത് ഈ ഭൂമി വിഭജിച്ച് ഈ അനാഥർ, ഇപ്പോൾ വീടില്ലാത്ത ആൾക്കാരുണ്ടല്ലോ ഒത്തിരി പേര്, അവർക്ക് 4 സെൻറ്റോ 4.5 സെൻറ്റോ വെച്ച് വീട് വെക്കാൻ ഈ ജോലിയൊക്കെ ഉണ്ട്, ഭൂമി കിട്ടിയാൽ മതി, എന്തെങ്കിലും പണിയൊക്കെ ഉണ്ട്, വീട് ഞങ്ങൾ വെച്ചോളാം എന്നാണ് അങ്ങനെ. അതല്ലെങ്കിൽ വീട് അടക്കം വച്ച് കൊടുത്തുകൊണ്ടാണ് ഈ സേവാഭാരതി പ്രവർത്തനം. കേരളത്തിൽ ഒരു മാധ്യമ പ്രചാരവും കിട്ടാതെയാണ് ഇത് ചെയ്യുന്നത്. നമ്മളത് ആഗ്രഹിക്കുന്നുമില്ല, പ്രതീക്ഷിക്കുന്നുമില്ല, അപമാനിക്കുന്നുണ്ട് പോലും. അതും ഒരു വശത്ത് നടക്കുന്നുണ്ട്. സേവാഭാരതി ചെയ്യുന്നില്ല, തട്ടിപ്പാണ്. അതൊക്കെ ഇരിക്കട്ടെ, പക്ഷേ സേവാഭാരതിയുടെ ഈ പ്രവർത്തനം ഭാരതമെമ്പാടും ഉണ്ട്. കേരളത്തിൽ അത് മുക്കിനുണ്ട്. അതിനിയും അങ്ങനെ തന്നെ തുടരുക തന്നെ ചെയ്യും. ആര് അവാർഡ് തന്നാലും തന്നില്ല, അതൊന്നും സേവാഭാരതിയുടെ ചർച്ചാ വിഷയമേ അല്ല, സംഘത്തിൻ്റെ ആലോചനാ വിഷയം പോലുമല്ല. ആരാണിതിനെ അംഗീകരിക്കുന്നത്, ആരാണിതിനെ ആദരിക്കുന്നത്, ആരാണിതിന് താമ്രപത്രം തരുന്നത്, ആരാണിതിന് പെൻഷൻ തരുന്നത്, ഒന്നുമില്ല. സ്വയം സേവകരിത് ചെയ്തുകൊണ്ടിരിക്കെ വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ ഈ രാമകൃഷ്ണ മഠം ബേലൂരിലേത് കൽക്കട്ടയിലെ പണിതുകൊണ്ടിരിക്കെ യുവാക്കളായ സന്യസ്ത ശിഷ്യന്മാരോട്
വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞൊരു വാക്യമുണ്ട്. അവരെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പം അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളോടൊക്കെ എനിക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്നറിയാമല്ലോ. അപ്പോൾ അവരിങ്ങനെ ആകാംക്ഷപൂർവ്വം, അതിലിപ്പോൾ എന്താ സംശയം? പക്ഷേ ആ നിങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ മരിച്ചു വീഴുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വാമികൾ പറഞ്ഞ ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പാലിച്ചു കൊണ്ടിരിക്കുന്നത് സംഘ സ്വയംസേവകരാണ്. അവർ ഈ പ്രവർത്തനത്തിനിടയിൽ ഒന്നുകിൽ പലരും മരിച്ചു വീഴുന്നു, അല്ലെങ്കിൽ അവർ സ്വയം ഇല്ലാതെയാവുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതം മറക്കുന്നു. അങ്ങനെ ഒരു സംസ്കാരമാണ് സേവാഭാരതിയിലൂടെ സമൂഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതും. ആ നിലയിലൊരു സേവാ മനോഭാവം മുഴുവൻ സമൂഹത്തിനും ഉണ്ടാകേണ്ടതാണ്. മുഴുവൻ സമൂഹത്തിനും. അപ്പോഴാണല്ലോ, എവിടെയാണോ ഈ ജലത്തിൻ്റെ ഒരു ഗുണം പറയാറുണ്ടല്ലോ, ഒഴുകി വരുമ്പം ഒരു പാത്രം കൊണ്ട് വെള്ളം കോരിയെടുത്താൽ അടുത്ത സെക്കൻഡ്, അര സെക്കൻഡിനുള്ളിൽ അത് നികത്തപ്പെടും. അവിടെ ഒരു കുഴി പ്രത്യക്ഷപ്പെടുന്നില്ലല്ലോ. മണ്ണ് കോരിയിടത്ത് കുഴി ഉണ്ടാവും, പക്ഷെ വെള്ളം കോരിയിടത്ത് കുഴി ഉണ്ടാവത്തില്ല. എന്നതുപോലെ ഒരു സമൂഹത്തിലൊരു ദുരിതമുണ്ടാവും. സ്വാഭാവികമാണ്, മനുഷ്യന്, പ്രകൃതിയാണ്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സങ്കടങ്ങൾ, രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, അപകടങ്ങൾ ഒക്കെ ഉണ്ടാവും. അതിനെയൊന്നും നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. ഒരു പരിധി വരെ കുറേയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും, ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ആ നിമിഷം ആ ദുരിതത്തിൻ്റെ സങ്കടത്തിനെ പരിഹരിക്കുവാൻ, അല്ല ആ ശൂന്യതയെ നികത്തുവാൻ കഴിയണമെങ്കിൽ സമൂഹം മുഴുവൻ അങ്ങനെ ആവണം. അത് മറ്റ് തരത്തിലുള്ള താല്പര്യങ്ങളില്ലാത്ത ഒരു മനോഭാവം, ഈശ്വര പൂജയാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. അത് സമൂഹത്തിലേക്ക് ഈ ആദർശം പകരണം എന്നാണ് സേവാഭാരതിയുടെ ആഗ്രഹം. സേവാഭാരതി പുതിയ ധാരാളം പ്രോജക്റ്റുകളും കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. ഏതായാലും സമൂഹം, പുതിയ തലമുറ, വളർന്നു വരുന്ന യുവതലമുറ ഒക്കെ ഈ തരം ചില കാര്യങ്ങളിൽ കൂടുതൽ ഉത്സുകരാണ് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെ കഴിഞ്ഞും എന്നുള്ള ഒരു കാഴ്ചയും നമ്മുടെ മുമ്പിൽ കാണാനുണ്ട്. അതൊരു ശുഭോദർക്കമായ കാര്യമാണ്. ഏതായാലും സേവാഭാരതിയുടെ ഒരു ചരിത്രം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്.